ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം അവിശ്വസനീയമെന്നതാണ് അന്വേഷണ കമ്മിറ്റിയുടെ ഒറ്റ നോട്ടത്തിലെ വിലയിരുത്തൽ. ഇത്രയും വലിയൊരു കമ്പി എങ്ങനെ മുറിച്ചു മാറ്റാൻ സാധിക്കുന്നു? അതിനുള്ള ഉപകരണം എന്താണ്? ശബ്ദം ആരും കേട്ടില്ലേ? ഇതാണ് അന്വേഷണ സംഘത്തെയും അമ്പരപ്പിക്കുന്നത്. 1 ഇഞ്ച് വലിപ്പത്തിൽ ചതുരത്തിലുള്ള സെല്ലിലെ കമ്പികളിൽ 6 ഇടത്ത് മുറിച്ചു. ഇത്ര വലിപ്പമുള്ള കമ്പികൾ മുറിക്കാൻ എങ്ങനെ കഴിയുമെന്നത് കമ്മിറ്റിയെ അത്ഭുതപ്പെടുത്തുന്നു. ഇത്ര മൂർച്ചയേറിയ ആയുധം എങ്ങനെ ഗോവിന്ദച്ചാമിക്ക് കിട്ടി എന്നതിലും അന്വേഷണം വേണം. ജയിലിലെ വലിയ തിക്കായിട്ടുള്ള കമ്പി അറുത്ത് മാറ്റി. ഒരുപക്ഷെ എന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഏതായാലും അങ്ങനെ ഒരു ആയുധം അയാളിലേക്ക് കിട്ടിയത് വളരെ തെറ്റായിപ്പോയി. അതൊരിക്കലും അതിന് അവസരം ഉണ്ടാകരുതഞ്ഞു. 1/3 ജീവനക്കാർ മാത്രമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ളത്. ജയിലിലെ മതിൽ ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണെന്നും സമിതി വിലയിരുത്തി. 2-3 ബാരൽ കൊണ്ട് വലിയ മതിലിൻ്റെ അടുത്ത് വെച്ച് അയാൾ അവിടെ ഉണ്ടായിരുന്ന തുണികളെല്ലാം എടുത്തുകൊണ്ടുപോയി റോപ്പ് കെട്ടി ഈ ബാരലിൽ കെട്ടി മുകളിൽ കയറി ചാടുകയാണ് ചെയ്തത്. അപ്പം 3 മണിക്കൂർ ഫ്രീ ആയിട്ട് ജയിലിൽ രാത്രി 1 മണിക്ക് നടന്ന ഒരാളെ ഡിറ്റക്റ്റ് ചെയ്യാൻ ഒരു എക്യുപ്മെൻറ്റും സാധിച്ചില്ല. അതൊരു പാളിച്ച തന്നെയാണ്, ഒരു വീഴ്ചയാണ്. മറ്റാരും ശബ്ദം കേൾക്കാതെ ഗോവിന്ദച്ചാമിക്ക് എങ്ങനെ കമ്പി മുറിക്കാൻ കഴിയുമെന്നതും കമ്മിറ്റി ഉയർത്തുന്ന ചോദ്യങ്ങളാണ്. ചാമി പുറത്ത് അറുത്ത് ഇറങ്ങി വന്നു എന്ന് പറയുന്നതിൽ ഇച്ചിരി അത് തെളിയിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ്. എങ്ങനെ അറുത്തു അതിൽ അടങ്ങിയിട്ടുണ്ട്. ഞങ്ങളത് പരിശോധിക്കും. ഉത്തരമേഖല ജയിൽ DIG അടക്കമുള്ളവരിൽ നിന്നും സമിതി വിവരങ്ങൾ തേടി. 6 മാസത്തിനുള്ളിൽ സർക്കാർ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആലോചന. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.